അപ്പോൾ ഇന്നലത്തെ ബ്രസീൽ വേഴ്സസ് ഫ്രാൻസ് മത്സരത്തിൽ ഫ്രാൻസ് ആണ് ആ മത്സരം വിജയിച്ചു കയറിയത്. ഒരു തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം എന്നാണ് ഇദ്ദേഹം വിളിച്ചിരുന്നത്. പക്ഷെ തുല്യ ശക്തികളൊന്നും ആയിരുന്നില്ല. ഫ്രാൻസിന് കൃത്യമായ ആധിപത്യം ആ ഒരു കളിയിലുണ്ടായിരുന്നു. ഇവന്തോ ആ ഒരു സെക്കൻഡ് ഹാഫിൽ ഫ്രാൻസിന് ഒരു റെഡ് കാർഡ് കിട്ടിയിട്ട് പോലും അവരാണ് നല്ല രീതിയിൽ കളിച്ചത്. അവർ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എംബാപ്പെ ഒരു ഗോൾ നേടി. റാബിയോട്ടാണ് ഫ്രാൻസിന്റെ രണ്ടാമത്തെ ഗോൾ നേടിയത്. ബ്രസീലിന്റെ ഗോൾ നേടിയത് ഡിഫൻഡർ ആയിട്ടുള്ള ബ്രമറാണ്. പുള്ളിക്കാരൻ യുവന്റസിന്റെ പ്ലെയറാണ്. അപ്പോൾ ആ ഒരു സെക്കൻഡ് ഹാഫിൽ പിന്നെ ഫ്രാൻസിന് ഒപ്പമക്കാനൊക്കെ ആ ഒരു റെഡ് കാർഡ് കിട്ടുന്ന കണ്ടു. പിന്നെ കളിയിലെ ക്രൂഷ്യൽ മൂമെന്റ്സ് ആ ഒരു ഏറ്റവും ലാസ്റ്റ് മിനിറ്റ് ഏകദേശം ഒരു 97 മിനിറ്റിലൊക്കെ ആ ഒരു വിനീഷ്യസിന് കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു. അത് ഗോളാക്കിയിരുന്നെങ്കിൽ ആ ഒരു കളി സമനിലയിലേക്ക് എത്തിക്കാൻ പറ്റിയിരുന്നു. ബട്ട് ആ ഒരു കളി പിന്നെ അങ്ങനെ 2-1 അവസാനിച്ചു. അത്യാവശ്യം നല്ല വാശിയേറിയ മത്സരമായിരുന്നു. ഇതിൽ രണ്ട് ടീം എവേ ജേഴ്സികളാണ് അണിഞ്ഞിരുന്നത്. ഫ്രാൻസ് വൈറ്റും ബ്രസീൽ ആ ഒരു ബ്ലൂ കളറും നിറഞ്ഞ ജേഴ്സിയാണ് ഇട്ടിരുന്നത്. പിന്നെ റാഫിനെയൊക്കെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ റാഫിനെ കയറ്റി ഒരുപാട് പരീക്ഷണങ്ങളായിരുന്നു. അത് ആദ്യ ലെവലിൽ ബ്രസീലിന്റെ നോക്കിയാലും മാർട്ടിനലി, മാത്യൂസ് കുഞ്ഞ, വിനി, റാഫിന ആ ഒരു അറ്റാക്ക് സൈഡായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഹെൻറിക്ക്, അതുപോലെ തന്നെ ഇഗോർ തിയാഗോ, ജാവോ പെട്രോ തുടങ്ങിയ താരങ്ങളൊക്കെ വെച്ചിട്ട് അത്രമാത്രം സിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല കാര്യമൊക്കെ കാർലൻസിലോട്ട് പരീക്ഷിച്ചിരുന്നു. മറുഭാഗത്തും ആദ്യ പകുതിയിൽ അവിടെ ഒളീസെ, ഡെംബലെ, എംബാപ്പെ, പിന്നെ എക്കറ്റിക്ക തുടങ്ങിയ താരങ്ങളായിരുന്നു അറ്റാക്കിങ്ങിൽ. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ എക്കറ്റിക്ക, എംബാപ്പെ, പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഡെംബലെ അവരെല്ലാം പിൻവലിച്ചു. ഡുവനെ കളിക്കളത്ത് ഇറക്കി, തുറാമിനെ ഇറക്കി തുടങ്ങിയ എന്താ പറയുക, രണ്ട് കോച്ചുകളും ഒരുപാട് പരീക്ഷണങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്ന കളിയാണ്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള വാശി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എന്താ പറയുക, ബ്രസീലിന്റെ ഡിഫൻസ് മോശം ഡിഫൻസ് ആയിരുന്നു. ഫ്രാൻസ് അത്യാവശ്യം നല്ല രീതിയിൽ അവർ ഡിഫൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തായാലും എന്റെ റിസൾട്ടിൽ ബ്രസീൽ തോറ്റു. ഇനി അടുത്ത മത്സരം ക്രൊയേഷ്യക്കെതിരെയാണ്. ആ ഒരു മത്സരത്തിൽ എങ്ങനെയാവും ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഏതായാലും നിങ്ങൾ ഈ മത്സരം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമന്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.